യെസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് 4-ലെ 2026 മാർച്ച് 4-ലെ നമ്മളുടെ ഒരു വ്യൂ എന്തായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ എൻട്രീസ് കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു, പിന്നെ 5-ാം തീയതിയിലോട്ടുള്ള മാർക്കറ്റിന്റെ നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ ഇന്നത്തെ ചാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഓൾറെഡി മാർക്കറ്റ് ഇവിടെ ബാരിഷ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് വൺ ഡേയിൽ കാണിച്ചു തരാം. വൺ ഡേ ടൈം ഫ്രെയിം. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്നും പിന്നെ വാറുണ്ട് നമ്മുടെ ആരൊക്കെയായിരുന്നു, യു എസും ഇറാനും തമ്മിലുള്ള വാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ മാർക്കറ്റ് 2 ദിവസമായിട്ട് നല്ല ഫാൾ ആയിരുന്നു. എഗെയിൻ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു അപ്സൈഡ് മാർക്കറ്റ് വരുന്നതായിട്ട്, ഇപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഓക്കെ, ഇപ്പൊ ഇതിൽ ലാസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് ആയിട്ടുള്ള അതായത് നമുക്ക് ഈ ഒരു ലെഗ് ഉണ്ടല്ലോ, ഈ ഒരു ലെഗിലുള്ള ഏറ്റവും ലാസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് ആണിത്. സോ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഈ ലെഗിന്റെ ലാസ്റ്റ് ഇതാണ്. സോ ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും റിവേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ റിവേഴ്സ് ആയി അപ്സൈഡ് പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷെ ന്യൂസ് ഉണ്ട്, അപ്പൊ ന്യൂസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫൈൻ. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ ഒരു എൻട്രി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നുള്ള ഈ ഒരു റിജക്ഷൻ ഉണ്ടല്ലോ, റിജക്ഷൻ ക്യാൻഡിൽ, ഇത് സ്ട്രോങ്ങർ ആണ്. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫാൾ ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് വിക്കോട് കൂടി ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു അപ്സൈഡിലോട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഡോഞ്ചി ആണിത്, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ചോളം ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നല്ല ഫണ്ടിങ് വേണ്ടി വന്നിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങർ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബുള്ളിഷ് ആയിട്ട് അഗെയിൻ ബാരിഷ് ആയി ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ 4 അവറിലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ, സോറി, ഡോഞ്ചി ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇതിനെ വൺസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് 4 അവർ തന്നെ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഈ ഒരു റേഞ്ചിലുള്ള, അതായത് ഇവിടെയുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുത്ത് ഡൗൺ സൈഡിലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആന്റിസിപ്പേറ്റ് ചെയ്യും. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വ്യൂ ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇവിടെ വരുന്ന ഒരു 50 മിനിറ്റ്സിലുള്ള ഹയേഴ്സ് ആൻഡ് ലോയിലുള്ള റിയാക്ഷൻസ് ക്യാച്ച് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത വ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഇന്നലെ വ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ഇനി ഒരു ജസ്റ്റ് 15 മിനിറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റിയാക്ഷൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഇന്നലെയും സത്യം പറഞ്ഞാൽ ഞാൻ മാർക്കറ്റ് എനിക്ക് നോക്കാനായിട്ട് പറ്റില്ല, ലേസിനെസ് ആണ് മെയിൻ. സോ അതെങ്ങനെയും കൺട്രോൾ കൊണ്ടുവന്ന് കൂടുതൽ എൻട്രീസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. സോ ഈ ഒരു സ്വിംഗിന്ന് ഇവിടെ വരുമ്പോൾ ഇത് 50% ആണ്. 50%-ൽ മാർക്കറ്റ് റീച്ച് ചെയ്തു. 50% മാർക്കറ്റ് റീച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബിഒഎസ് വെക്കുന്നുണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെക്കുന്നുണ്ട്. ഇവിടെ വൺസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെച്ച് കഴിഞ്ഞിട്ട് അഗെയിൻ ഇതിന്റെ ഇടയിൽ തന്നെ നമുക്ക് 1-2 ഏരിയാസിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആദ്യം വന്ന് 50% മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു, അഗെയിൻ ഫാൾ വരുന്നു, അഗെയിൻ മാർക്കറ്റ് ഇവിടെ പോയി മേലെ സ്വീപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ സിനാരിയിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ റിയാക്ഷൻസ് മാത്രമാണ് എടുക്കുന്നത്, സോ അത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് റിയാക്ഷൻസ് പ്ലേസ് ചെയ്യാനായിട്ട്. സോ കറന്റ് മാർക്കറ്റ് ഈ ഒരു സിനാരിയിൽ ഇവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, മാർക്കറ്റ് ഇപ്പൊ കറന്റ് ഈ ഒരു ഇന്ന് ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചിൽ നിന്നും ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടാണ്
അപ്പ് സൈഡിലോട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, റാലി ചെയ്തിരിക്കുന്നത്. സോ അഗെയിൻ മാർക്കറ്റ് ഈ റേഞ്ച് കിട്ടുകയാണെങ്കിൽ ഒരു റിയാക്ഷൻ എൻട്രി നോക്കാൻ ഞാൻ റെഡിയാണ്. അതർവൈസ് ഞാൻ ഇന്നലെ ഏത് എൻട്രീസും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതാക്കിയാൽ മാത്രമേ ഉള്ളൂ. ഒരു 1:1 റേഞ്ചിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റേഞ്ചിലുള്ള റിയാക്ഷൻ എൻട്രി മാത്രം ഞാൻ ഇവിടെ നിന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഡൗൺ സൈഡ് വരാനാണെങ്കിൽ എനിക്ക് അത് വേറെ ചാൻസസ് ഒന്നും കാണുന്നില്ല. ഇതിപ്പോ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. വൺസ് ഏതെങ്കിലും ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ട്രെൻഡ് കണ്ടിന്യൂഷനിൽ ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൾറെഡി റിസർച്ചിലുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണത്. സോ അതൊന്ന് വൺസ് നടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ കറന്റ് ഞാൻ ഇവിടെ നിന്നൊരു റിയാക്ഷൻസ് മാത്രമാണ് ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതർവൈസ് എനിക്ക് വേറെ എൻട്രീസോ കാര്യങ്ങളോ ഒന്നും ഇന്ന് വരുന്നില്ല. ഇന്നത്തെ ഒരു ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഇത് തന്നെയാണ്, ഈ ഒരു കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇൻ കേസ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വരെ, ഇതിന് താഴെ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതിനും താഴെ OBs അവൈലബിൾ ആണ്. സോ ഇതുവരെ നമുക്ക് മാർക്കറ്റ് ഫാൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ജേർണലിംഗ് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ വഴി നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ മാർക്കറ്റ് നടന്നു. പക്ഷെ നമ്മൾ എൻട്രീസ് ഏതും പ്ലേസ് ചെയ്തില്ല, കാരണം ലേസിനെസ് ആണ്, അല്ലാതെ എൻട്രി കിട്ടാഞ്ഞിട്ടല്ല. ഇന്ന് മുതൽ എന്താണ് നമ്മൾ ഉറപ്പായിട്ട് എൻട്രീസ് പ്ലേസ് ചെയ്യും. ഈ ഒരു എൻട്രി ഞാൻ ഇപ്പൊ തന്നെ പ്ലേസ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഇനി നാളെ മാർക്കറ്റ് വ്യൂ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.